ജലദോഷം പനിയും പിടിച്ചുകൊണ്ട് എൻ്റെ കൂടെ സൗണ്ട് ഇങ്ങനെ ഇടിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നാണ് ഇവർ കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് സമയം ലേറ്റായിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അവസാനം ഇവർ ശരണം വിളിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. സ്വാമിമാർക്ക് ഫുഡ് ഉണ്ടായിരുന്നു, ഉപ്പുമാവും ചുക്കാപ്പിയും ആയിരുന്നു. രാത്രി ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ സമയം. അങ്ങനെ ഇവർ കുറച്ച് പൂജാകർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞ ശേഷം സ്വാമിമാർ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ബസ്സിലേക്ക് കയറുള്ളൂ. അങ്ങനെ ഇവർ പോകുന്ന ബസ്സാണ് ഈ കാണുന്നത്. ഇതിൽ 22-24 ആൾക്കാരാണ് മൊത്തത്തിൽ പോകുന്നത്. കുറച്ച് പേര് കന്യാസ്വാമികളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിലേക്ക് പിന്നെ ഇവരുടെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം കെട്ട് തലയിൽ വെച്ചതിന് ശേഷം ഒരു പ്രാവശ്യം ബസ് ചുറ്റിയതിന് ശേഷമാണ് പോകുന്നത്. അങ്ങനെ കർപ്പൂരം ബസ്സിൻ്റെ മുന്നിൽ കത്തിച്ച് വെച്ചിട്ട് തേങ്ങ ഉടയ്ക്കും. അതിനുശേഷം ബസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പടക്കം പൊട്ടിക്കും, എന്നിട്ട് ബസ് പോകുള്ളൂ. പക്ഷേ കർപ്പൂരം കത്തിക്കഴിഞ്ഞാലേ ബസ് എടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. പക്ഷേ കുറച്ചധികം കർപ്പൂരം ഉള്ളത് കൊണ്ട് അത് കുറച്ച് ലേറ്റായി കത്തി തീരാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബസ് പൊട്ടിയതിന് ശേഷമാണ് അത് കുറച്ച് ഇതാക്കിയത്. അപ്പോൾ അബീൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു, അച്ഛാന്ന് വിളിച്ചിട്ട്.